ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലിസണിംഗ് പാർട്ട് എയുടെ മറ്റൊരു വീഡിയോ നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയലിലെ പേഷ്യൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ അലക്സ് കോർബിൻ എന്നാണ്. പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മെറ്റീരിയൽ റീഡ് ചെയ്യാൻ കിട്ടുന്ന ആ 30 സെക്കൻഡ്സിനെ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്കോർ. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളുടെ ഹെഡിങ്ങും സബ് ഹെഡിങ്സും ഒന്ന് വായിക്കുക. അതിനുശേഷം നമ്മുടെ ഡാഷിന് മുന്നിലുള്ള ഭാഗവും അതിനുശേഷമുള്ള ഭാഗവും കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക. അതേസമയം തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക നമ്മുടെ ആൻസർ അവിടെ എന്താകുമെന്ന്. എക്സാക്റ്റ് വേർഡല്ല ഞാൻ പറയുന്നത്, ഏത് കാറ്റഗറിയിൽ വരുന്ന വേർഡായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് എ ക്രാക്ക് ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയലിലോട്ട് പോകാം. പ്രൈമറി കൺസേൺ, ഫസ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസേൺ ആണ്. അതിനകത്ത് ലാസ്റ്റിംഗ് പെയിൻ ഇൻ ഡാഷ് എക്സ്റ്റെൻഡിങ് ഓവർ സെവറൽ മന്ത്സ്. ലാസ്റ്റിംഗ് പെയിൻ ഇൻ ഡാഷ്, പെയിൻ ഇൻ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ലൊക്കേഷനാണ് ആൻസറായിട്ട് വരിക. ഇവിടെ ലൊക്കേഷൻ ആൻസറായിട്ട് വരുമ്പോൾ നമ്മൾ വേറൊരു കാര്യവും കൂടെ എക്സ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ഓഡിയോയിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ആർട്ടിക്കിളും കൂടെ പറയാം. അപ്പോൾ ആർട്ടിക്കിൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോഡി പാർട്ടിൻ്റെ കൂടെ വരുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദായാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അവിടെ ആർട്ടിക്കിൾ പറയുന്നുണ്ട് എങ്കിൽ ആർട്ടിക്കിൾ ഇട്ട് തന്നെ എഴുതണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഓഫ് പെയിൻ. The discomfort escalates when the patient is walking for extended period or is dashed for a long time. അപ്പോൾ ഇവിടെ പറയുന്നത് പേഷ്യൻ്റ് ഒരു ലോങ് പീരീഡ് നടക്കുമ്പോൾ അവരുടെ ഡിസ്കംഫോർട്ട് കൂടുന്നു. അപ്പോൾ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഡിസ്കംഫോർട്ട് കൂടുന്നു എന്ന് പറയുന്നു. ഓർ ഈസ് അനദർ ആക്ഷൻ്റെ പേരാണ് അപ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ടത്. വേറെ എന്ത് ആക്ഷൻ ചെയ്യുമ്പോഴാണ്, ഈ രണ്ട് ആക്ഷൻ ചെയ്യുമ്പോഴാണ് പേഷ്യൻറ്റിൻ്റെ ഡിസ്കംഫോർട്ട് കൂടുന്നത്. ഒന്ന് വാക്കിംഗ് ആണ്, മറ്റേ ആക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നെയിം ഓഫ് ആൻ ആക്ഷൻ. തേർഡ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻഡിക്കേഷൻസ്. ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതൊരു സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അവിടെ ഒരു പ്രോബ്ലം ആയിരിക്കാം ആൻസറായിട്ട് വരുന്നത്. ആൻഡ് സ്റ്റിഫ്നെസ് ഇൻ ദ നീ. അപ്പം ഇവിടെ ഒരു പ്രോബ്ലം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്റ്റിഫ്നെസ് ആൻഡ് ഡാഷ്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് മറ്റൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്താണ് കാര്യം പറഞ്ഞിരിക്കുന്നത്, ആൻഡ് സ്റ്റിഫ്നെസ്. അപ്പോൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞതുപോലെ ലിസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ഓർഡർ ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പം മെറ്റീരിയൽസ് ഡാഷ് ആൻഡ് സ്റ്റിഫ്നെസ്, അതൊരു ഇപ്പം നംനെസ് ആൻഡ് സ്റ്റിഫ്നെസ് എന്നിരിക്കട്ടെ. അപ്പോൾ ഓഡിയോയിൽ പറയുമ്പോൾ സ്റ്റിഫ്നെസ് ആൻഡ് നംനെസ് അങ്ങനെ രീതിയിൽ ഓർഡർ ചേഞ്ച് ചെയ്തായിരിക്കാം ചിലപ്പോൾ OETയുടെ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ഇവിടെ സ്റ്റിഫ്നെസ് ഡാഷ് ആൻഡ് സ്റ്റിഫ്നെസ് ഇൻ ദ നീ എസ്പെഷ്യലി ഡ്യൂറിങ് ദ മോർണിംഗ്. നമ്മുടെ ഓർഡർ ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഓർഡർ, ആ സെൻറ്റൻസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തായിരിക്കും ഓഡിയോയിൽ കേൾക്കുന്നത്. അതല്ല എങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ടൈം ഫ്രെയിം, അതായത് ഡ്യൂറിങ് മോർണിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ 2020 അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം തന്നിട്ടുണ്ട് എങ്കിൽ ടൈം ലിസ്റ്റ് ചെയ്ത് വരുന്നത് ബ്രാക്കറ്റിൽ. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഓർഡർ ചേഞ്ച് ചെയ്ത് ഓഡിയോയിൽ കേൾക്കാം. അപ്പോൾ അതുകൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് മെഡിക്കൽ ഈവൻറ്റ്സ്. ഹാഡ് എ മൈനർ നീ ഇഞ്ചുറി റിലേറ്റഡ് ടു സ്പോർട്സ് അറൗണ്ട് ഡാഷ്. അറൗണ്ട് ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ലൊക്കേഷനാണ് അല്ലേ. അപ്പം ഇവിടെ പക്ഷേ നമ്മളുടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ റോങ് ആയിരിക്കും. ബിക്കോസ്
ഓൾറെഡി ഇവിടെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു ലൊക്കേഷൻ പ്രെഡിക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നീ ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഇഞ്ചുറി? നീയിലാണ്. അപ്പോൾ നമുക്ക് ഇനി ലൊക്കേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എറൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ഒരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ അതൊരു ടൈം ആവാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ലൊക്കേഷൻ തന്നതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ടൈം. അതായത് സ്പോർട്സ് എറൗണ്ട് ഡാഷ്, ഇറ്റ് മേ ബി 1 month 1 week, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമ്മുടെ ആൻസർ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഓൺഗോയിങ് മെഡിക്കേഷൻസിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ഈസ് കറൻ്റ്ലി ടേക്കിംഗ് ഡാഷ് മെഡിക്കേഷൻ. കറൻ്റ്ലി ടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ ഒരു മെഡിക്കേഷൻ്റെ പേരാണ് അല്ലേ, നെയിം ഓഫ് എ മെഡിക്കേഷൻ ഓർ ഇറ്റ് മേ ബി എ കാറ്റഗറി ഓഫ് എ മെഡിക്കേഷൻ. അടുത്ത ഹെഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഇൻ ഫാമിലി, മെറ്റേണൽ ഹിസ്റ്ററി ഓഫ് ഡാഷ് ആൻഡ് പെറ്റേണൽ ഹിസ്റ്ററി ഓഫ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി. അപ്പം നമ്മൾ ഹിസ്റ്ററി ഓഫ് ഡാഷ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഹിസ്റ്ററിക്കകത്താകുമ്പോൾ നമുക്കറിയാം ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ നെയിം ഓഫ് എ കണ്ടീഷനാണ് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഗ്രാമാറ്റിക്കൽ റൂൾ പറയുകയാണെങ്കിൽ മെറ്റേണൽ ഹിസ്റ്ററി ഓഫ് ഡാഷിന് മുന്നേ ഓഫ് എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസറായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ നൗൺ ആവാം, ഒരു നൗൺ ആവാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ ഒരു വെർബ് ആവാം. ഈ ഓഫ് പ്ലസ് നൗൺ ഓർ ഓഫ് പ്ലസ് വെർബ്, അത് വെർബാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ING ഫോമിലായിരിക്കും. അതായത് വോക്കിംഗ്, സ്ലീപ്പിംഗ്, അങ്ങനെ ING ഫോമിലായിരിക്കും നമ്മുടെ ആൻസേഴ്സ് വരിക. വെർബാണെങ്കിൽ ഓഫ് പ്ലസ് വെർബാണെങ്കിൽ അത് ING ഫോമിലായിരിക്കും, അല്ലെങ്കിൽ ഓഫ് പ്ലസ് നൗൺ ആയിരിക്കും. ഈ 2 കാര്യങ്ങളായിരിക്കും ഓഫ് കഴിഞ്ഞുള്ള ഡാഷിൽ വരുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ഹെൽത്ത് മെട്രിക്സ്, ഹാർട്ട് റേറ്റ് ഡാഷ്. അപ്പം നമുക്കറിയാം അവിടെ ഒരു നമ്പറാണ് നമ്മൾ ആൻസറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. വെയ്റ്റ് ഡാഷ്, അവിടെയും ഒരു നമ്പറാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെയ്റ്റ്, ഹൈറ്റ്, ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആൻസറായിട്ട് വരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എഴുതണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കറക്റ്റ് ആവുകയുള്ളൂ. അടുത്തതെന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഡയഗ്നോസിസ്, ഡാഷ് ഈസ് സസ്പെക്റ്റഡ് ഗിവൺ പേഷ്യൻസ് ഏജ്, സിംറ്റംസ് ആൻഡ് ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി. അപ്പോൾ ഡാഷ് ഈസ് സസ്പെക്റ്റഡ് അതൊരു ഡയഗ്നോസിസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നെയിം ഓഫ് എ കണ്ടീഷൻ ഓർ ഡയഗ്നോസിസ്. അടുത്ത ഹെഡിങ് എന്ന് പറയുമ്പോൾ സജസ്റ്റഡ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, അഡ്വൈസ് ടു അണ്ടർഗോ നീ ഡാഷ് ആൻഡ് പോസിബിളി ആൻ MRI ഫോർ ഫർദർ ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഒബിയസ്ലി ഒരു നെയിം ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഇത് പറയുവാണെങ്കിൽ അഡ്വൈസ് ടു അണ്ടർഗോ, നമുക്കറിയാം നമ്മൾ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അണ്ടർഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ അണ്ടർഗോ എഴുതുന്നത് അല്ലേ. ഒന്നുകിൽ ഒരു പ്രൊസീജിയർ അണ്ടർഗോ ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പറയാം. ഈ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ റൈറ്റിങ്ങിൽ അണ്ടർഗോ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നെയിം ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, ബിക്കോസ് അതിൻ്റെ ഹെഡിങ് എന്ന് പറയുമ്പോൾ സജസ്റ്റഡ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്. അടുത്ത ഹെഡിങ് എന്ന് പറയുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് റിസ്കിനകത്ത് പൊട്ടൻഷ്യൽ എസ്കലേഷൻ ഓഫ് പെയിൻ ഡാഷ് ആൻഡ് റിസ്ക് ഓഫ് ബിക്കമിങ് ഡിസേബിൾഡ്. അപ്പം ഇവിടെ നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് റിസ്ക് ആണ്, അതിനകത്ത് ഒരു റിസ്ക് പറഞ്ഞിട്ടുണ്ട് പെയിന്, ആൻഡ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് വരാം, അത് നമ്മൾ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു നെയിം ഓഫ് എ റിസ്ക്, ഒരു പ്രോബ്ലം, നെയിം ഓഫ് എ പ്രോബ്ലമാണ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ഡിസ്കഷൻ ഓൺ ട്രീറ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഔട്ട്ലൈൻ ദ പോസിബിൾ കോഴ്സസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫ്രം മെഡിക്കേഷൻസ് ആൻഡ് ഫിസിക്കൽ തെറാപ്പി ടു മോർ ഇൻവേസീവ് ഓപ്ഷൻസ് ലൈക്ക് ഡാഷ് പെൻഡിങ് ടെസ്റ്റ് ഔട്ട്കംസ്. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ്, നമുക്ക് നെയിം ഓഫ് ആൻ ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ 30 സെക്കൻഡ്സിനുള്ളിൽ മെറ്റീരിയൽ റീഡ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഓഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയോ കേട്ട് നിങ്ങൾ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് വേഗം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ വേറെയും വീഡിയോസ് എടുത്തിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. കുറച്ച് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നാളെ 12 ഔട്ട് ഓഫ് 12 കിട്ടില്ല. ബൈ പ്രാക്ടീസ്, ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 12 ഔട്ട് ഓഫ് 12 വാങ്ങാൻ കഴിയും. Good afternoon, doctor. Thank you for seeing me today. Good afternoon. Please have a seat. What brings you in? I've been experiencing chronic knee pain for the past couple of months. The pain is in my right knee, primarily. Does the pain worsen with activity, or is it constant? It gets worse if I walk a lot or stand for an extended period. Have you experienced any swelling or stiffness around the knee? Yes, there is occasional swelling and some stiffness when I wake up in the morning. How old are you? I'm 55 years old. Have you had any injuries to your knee in the past? I had a minor sports injury about 20 years ago, but nothing major. Are you currently taking any medications? I am on medication for high blood pressure, but that's it. Any family history of joint or bone issues? My mother had arthritis, and my father had hip replacement surgery. All right, your vital signs are within normal ranges. Pulse is 75 and regular, temperature is 98.6, and your weight is 160 pounds. I've also examined your knee. There's mild swelling and reduced range of motion. It sounds like you may be experiencing osteoarthritis, particularly given your age and family history. I recommend getting an X-ray and possibly an MRI to confirm. What are the risks associated with this condition? If left untreated, the cartilage and bones may deteriorate further, which could lead to increased pain, decreased mobility, and potential disability. The risk associated with imaging tests are minimal, but may include exposure to radiation for the X-ray. What's the next step? If the diagnosis is confirmed, treatment could range from medication and physical therapy to surgical options like knee replacement, depending on the severity. Risks associated with surgical procedures include infection, bleeding, and complications related to anesthesia. Thank you, doctor. I'll proceed with the X-ray and MRI then. Sounds like a plan. Let's reconvene after the test results come in to discuss your options. Certainly. Thank you, doctor. You're welcome. Take care.